പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സമ്മതിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. പരിശുദ്ധാത്മാഭിഷേകത്താൽ നിങ്ങൾ പൂരിതരാകട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ധീര പടയാളികളായി ഓരോരുത്തരും മാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പെന്തക്കോസ്താ തിരുനാൾ ദിവസം നിങ്ങളുടെ കൂടെ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ കർത്താവ് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ഇന്ന് ഒരു പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥന കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ചിലപ്പോൾ നടക്കാൻ സാധിച്ചിട്ടില്ലാത്തവരുണ്ടാകാം, അല്ലെങ്കിൽ ഒരു കഴിവ് പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരുണ്ടാകാം. പക്ഷേ ചിലപ്പോൾ സാഹചര്യങ്ങൾ അനുവദിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ പൊതുവായിട്ട് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് വലിയ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ ചൊരിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് വേണ്ടി നന്നായിട്ട് ദാഹിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നന്നായിട്ട് ഉജ്ജ്വലിക്കണം. അതിനെക്കുറിച്ചൊക്കെ ഇന്ന് ദൈവം സഹായിച്ച് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ നിരാകരിച്ചിട്ടുണ്ട്. അതിനൊക്കെ എല്ലാം ഓർത്ത് അനുദപിച്ച് നല്ലൊരു അനോയിൻറ്റിങ്, നല്ലൊരു പുതിയ തുടക്കം, ഒരു ഫയർ അനോയിൻറ്റിങ്, ഒരു നല്ലൊരു ഒരു എന്താ പറയുന്നത്, ന്യൂ അനോയിൻറ്റിങ്, അങ്ങനത്തെ ഒരു അഭിഷേകത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങൾ അങ്ങയെ ശരണപ്പെടുന്നു. യേശുനാഥന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ അനുസ്മരിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇഷ്ടത്തോടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഒരു സന്തത സഹചാരിയായി എപ്പോഴും ഞങ്ങളുടെ കൂടെ വ്യാപരിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ സംശയിക്കുകയോ കളിയാക്കുകയോ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതിരിക്കുകയോ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയോ ചെയ്തത് വഴിയായി ഹൃദയം കഠിനമായി പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ ഹൃദയത്തെ മാംസളമാക്കണമേ. ഞങ്ങൾ ഹൃദയത്തിൽ വീണ്ടും ഉജ്ജ്വലിക്കണമേ. ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല 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 ആരാധന, 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 ആരാധന. നല്ല സന്തോഷത്തോടെ കൈകൾ അടിച്ച് പാടി ആരാധിക്കുന്ന യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, നന്നായി കൈയടിച്ച്. യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ശക്തിയുടെ അഭിഷേകം, ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖനം. കൈകൾ ഉയർത്തി കൈയടിച്ച്. ശക്തി
ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ എല്ലാ ഫലങ്ങളും നിറയട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാ ഫലങ്ങളും ഞങ്ങൾ വന്ന് നിറയട്ടെ. ഞങ്ങളെ ഫലങ്ങളുണ്ടല്ലോ, അതെല്ലാം ഉജ്ജ്വലിക്കാൻ ഇടവരട്ടെ. എല്ലാ ദാനങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്ന് നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ, എല്ലാ വരങ്ങളും 9 വരങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉജ്ജ്വലിക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണം. ഏലിയായും ഏലീഷായിലേക്ക് എന്നതുപോലെ ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും ഇപ്പോൾ വലിയൊരു ഉണർവുണ്ടാകണം. ഓ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അടുപ്പിലിരിക്കുന്ന വിറകുകൊള്ളി ഒന്നൊന്നിനോട് കത്ത് തീ പിടിക്കുന്നത് പോലെ കർത്താവ് ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ തീയായി കത്തട്ടെ. ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീശായിൽ കവിഞ്ഞവനെ, ചേർന്ന് പാടാമോ? ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീശായിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ഉയർത്തി ശക്തി, ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ഓ കർത്താവായ ദൈവമേ, ഓരോ ദാസന്മാരും കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തർക്കും വേണ്ട കൃപകൾ കൊടുക്കണം. ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള കൃപ, കുടുംബജീവൻ നയിക്കുന്നവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള കൃപ, കർത്താവ് വൈദികർക്ക് സമർപ്പിതർക്കും അവരുടെ ജീവിതാന്തസ്സിന് വേണ്ടിയുള്ള കൃപ, ഫോർമേഷനുള്ള കുട്ടികൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള കൃപാവരങ്ങളെല്ലാം ചൊല്ലിയാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള കൃപകൾ ദൈവമേ ഓരോരുത്തർക്കും വേണ്ട വാരി വെതറി എന്നുള്ള അതിന് ഉറക്കാണ്. ദൈവമേ, വിവിധങ്ങളായ ദാനങ്ങൾ, വിവിധങ്ങളായ കൃപകൾ ഓരോരുത്തർക്കും ആവശ്യമായി നൽകുന്ന പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്ത്രീകന്മാരിൽ എന്ന പോലെ, കന്യാമറിയത്തിൽ എന്ന പോലെ ഉജ്ജ്വലിക്കട്ടെ. സ്ത്രീകന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, സ്ത്രീകന്മാരിൽ നിറഞ്ഞവനെ, കന്യാമറിയത്തിൽ കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. കൈകൾ ഉയർത്തി. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേഖണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ആരാധന 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 ആരാധന. നന്ദി ഭവിച്ചിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ തീർച്ചയായും നമുക്ക് ചൊല്ലിയട്ടെ. ഹല്ലേലൂയ ഹല 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 ഹല. വിറകരിഞ്ഞ വെള്ളം തിളയ്ക്കുന്നത് പോലെ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഹൃദയങ്ങൾ ഇപ്പോൾ ചൊല്ലിക്കട്ടെ. ഹല 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 ഹല. ആരാധന ആരാധന ആരാധന. ആത്മാവേ ഓരോരുത്തരും നിറയട്ടെ, കുഞ്ഞുങ്ങളെ നിറയട്ടെ, ബാലന്മാരെ നിറയട്ടെ, യുവതി യുവാക്കളിലേക്ക് ആവസിക്കട്ടെ. ഭക്തന്മാർ, യുവതി യുവാക്കന്മാർ, ബാലന്മാർ വലിയ ദർശനങ്ങൾ സ്വപ്നങ്ങളും എന്ന പോലെ വ്യാപരിക്കട്ടെ. ജോയൽ പ്രവാചകൻ വഴി പറഞ്ഞ് സംഭവിക്കട്ടെ. ആരാധന 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 ഓരോ കുടുംബങ്ങളിലും, ഓരോ സമൂഹങ്ങളിലും, ഓരോ വ്യക്തികളിലും ഓരോരുത്തരും
ഏറ്റെടുക്കണമേ. സമർപ്പിക്കുന്നു, വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എന്തുകൊണ്ട് കൃപാവരങ്ങൾ നമ്മിൽ ശക്തമാകുന്നില്ല? സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദിവസം നമ്മൾ ഒരുപാട് കൃപാവരങ്ങൾ കൊണ്ട് നിറയപ്പെട്ടവരാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് ജ്വലിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 31-ാം തിരുവചനം, 1 Corinthians chapter 12 verse 31, ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുവിൻ. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ പൗലോസിലെ കൊരിന്തോസ് ലേഖനത്തെ പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ഇതിനെല്ലാം വേണ്ടി നമ്മൾ നന്നായിട്ട് അഭിലഷിക്കണം. അഭിലഷിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കണം, അല്ലേ? അഭിലാഷം എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിലേക്ക് അപ്പുറത്ത് പോകുന്നൊരു സംഗതിയാണ് ഒരു അഭിലാഷം. അങ്ങനത്തെ ഒരു സംഭവം, ഒരാഗ്രഹം, ഒരഭിലാഷം നമ്മുടെ ജീവിതത്തിൽ വരണം. ഹല്ലേലൂയ. Hallelujah. ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഒരു ചിന്തയുണ്ട്, ഞാനിങ്ങനെ അഭിലഷിച്ചിട്ടൊക്കെ എനിക്കൊക്കെ ഇതൊക്കെ നടക്കുമോ? എനിക്കങ്ങനെ പണ്ടൊരു ചിന്തയുണ്ടായിരുന്നു, നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ ഈ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും ഒക്കെ അങ്ങനെ ഉജ്ജ്വലിക്കുമോ? ഫലങ്ങളും ദാനങ്ങളും ഒക്കെ കുറച്ചെങ്കിലൊക്കെ ഉണ്ടെന്നറിയാം, ഇച്ചിരി ഉണ്ടെന്നറിയാം, വരങ്ങളൊക്കെ നമുക്ക് കിട്ടുമോ? റോമാ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 32-ാം തിരുവചനം, ലെറ്റർ റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 32 നമുക്ക് വായിക്കാം. നിങ്ങളും കൂടെ വായിച്ചോ, നല്ലതാണ്, കുട്ടികളൊക്കെ ചേർന്ന് വായിക്കാം. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നതിന് തെളിവാണ് സ്വപുത്രൻ ഈശോയെ കുരിശുമരണത്തിന് വിട്ടുകൊടുത്ത്. അപ്പോൾ പൗലോസ്ലീഹ പറയുകയാണ്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമാർത്ഥമായി അവനെ ഏൽപ്പിച്ചു തന്നവൻ, പാപപരിഹാരാർത്ഥം പീഡാസഹനത്തിനും കുരിശുമരണത്തിനും യഹൂദർ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടവൻ. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇത് കർത്താവ് തരാതിരിക്കുമോ? ഹല്ലേലൂയ. Hallelujah. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കൃപകൾക്കും വേണ്ടി നമ്മൾ നന്നായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കണം. സ്നേഹം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, വിശ്വാസം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ജ്ഞാനത്തിന് വേണ്ടി നിറയപ്പെടാൻ വലിയൊരു ദാഹവും പ്രാർത്ഥന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരണം. അതേപോലെ തന്നെ എല്ലാ വിശ്വാസത്തിൻ്റെ വരം, വ്യാഖ്യാന വരം, പ്രവചന വരം, അത്ഭുതം, അങ്ങനെ ഓരോ വരദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അതിനു വേണ്ടി എടുക്കേണ്ട ഒരു സ്റ്റെപ്പിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അത് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സെന്റ് മാത്യു ചാപ്റ്റർ 9 വേഴ്സ് 17, ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീഞ്ഞ് ഒഴുകി പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. അത് വായനയിൽ തന്നെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. പുതിയ വീഞ്ഞ്, പുതിയ അഭിഷേകം, പുതിയ കൃപ, പുതിയ അനോയിൻറ്റിങ്, ഫ്രഷ് അനോയിൻറ്റിങ്, അതൊരു പഴയ തോൽക്കുടങ്ങളിലല്ല നൽകപ്പെടുക. കാരണം പഴയ തോൽക്കുടം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയം തന്നെയാണ്. മറിച്ച് ഒരു പുതിയ തോൽക്കുടമാണെങ്കിൽ, ഒരു പുതിയ ഹൃദയമാണെങ്കിൽ അതിനകത്തൊരു ഫ്രഷ് അനോയിൻറ്റിങ്, പുതിയ അനോയിൻറ്റിങ്, പുതിയ അഭിഷേകം കർത്താവ് ഇഷ്ടം പോലെ ചൊരിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്ന് ആഗ്രഹിക്കണം, നന്നായിട്ട് ആഗ്രഹിക്കണം. രണ്ട്, ഇത് കിട്ടും, എനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കണം. നന്നായി വിശ്വസിക്കണം, സംശയം വേണ്ട, കിട്ടും, തരും, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, അത് സ്വീകരിക്കാൻ തക്ക വിധം നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. സിമ്പിൾ കാര്യങ്ങൾ, ആഗ്രഹിക്കുക, ഉറപ്പായിട്ടും വിശ്വസിക്കുക, നമ്മുടെ ഹൃദയത്തെ നന്നായിട്ട് വിശുദ്ധീകരിക്കുക. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവചനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ അതിന് 19-20 ഇങ്ങനെ പഠിപ്പിക്കുന്നത്,
അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും. എന്നിട്ട് പറയാണ്, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അപ്പോൾ ഒരു പുതിയ ഹൃദയത്തിലാണ് ഒരു പുതിയ അഭിഷേകം വന്ന് നിറയുകയുള്ളൂ. ഒരു പുതിയ ഹൃദയം കൊടുത്തിട്ടാണ് ഒരു പുതിയ അഭിഷേകം നൽകുകയുള്ളൂ. പഴയ നിയമത്തിൽ പല സൂചനകളിലും അങ്ങനത്തെ സംഭവങ്ങൾ രേഖപ്പെടുത്തി. ഞാൻ ഏതൊരു അഭിഷേകത്തെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിക്കണം, നമ്മൾ നന്നായിട്ട് വിശ്വസിക്കണം. അതേപോലെ തന്നെ നമ്മൾ വിശുദ്ധീകരിക്കുമ്പോൾ ഈ അഭിഷേകം നമ്മളിൽ ഓൾറെഡി ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിലുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിലുണ്ട്. ഇത് സംഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്കുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാത്തതായ സത്യത്തിൽ ഈ സമൂഹത്തിൽ വചനം കേൾക്കുന്ന ഒരാൾ പോലും ഇല്ല. എന്തെങ്കിലും ഒരു അഭിഷേകത്തിൻ്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമാകാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമാകാത്തതിൻ്റെ, അല്ലെങ്കിൽ കൃപാവരങ്ങൾ സജീവമാകാത്തതിന് പല കാരണങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ മുഴുവൻ അഭിഷേകവും യേശുവിൽ നിറഞ്ഞിരുന്നു. അതുകൊണ്ട് ഈശോ പറയുന്നു, ആത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേലുണ്ട്, ഇന്ന കാര്യങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി യേശുവിന് ശേഷം അപ്പസ്തോലന്മാരുടെ കാര്യം ചിന്തിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ജീവിക്കുന്ന പ്രകടമായ അടയാളങ്ങളായിരുന്നു അപ്പസ്തോലന്മാരെന്ന് പറയുന്നത്. അപ്പസ്തോല കാലഘട്ട ശേഷം വിശുദ്ധന്മാരെ കുറിച്ച് പഠിക്കുക. അവരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ ശുശ്രൂഷ ചെയ്തവരാണ്. എന്നാൽ കാലഘട്ടം കഴിയും തോറും എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പ്രവർത്തനങ്ങൾ പുതുതലമുറകളിൽ കുറഞ്ഞു പോകുന്നു ഞാൻ പറയുന്നില്ല. അതെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. എന്നാൽ കുറഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പ്രകടമാകാത്തതിൻ്റെ ഒന്നാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം ഇതാണ്. അല്ലെങ്കിൽ നമുക്കൊരു തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 27-ാം തിരുവചനം, 1 John chapter 2 verse 27, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു, അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും. അത് സത്യമാണ്, വ്യാജമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശ്ലീഹ തന്റെ ലേഖനത്തിൽ ഉറപ്പിച്ചൊരു കാര്യം പറയുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളെ നിലനിൽക്കുന്നു, അതിന് മറ്റാരും നിങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അത് വ്യാജമല്ല, സത്യം തന്നെ. ശ്ലീഹ ഉറപ്പിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്നാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട്. ഇനി ഈ വചനം കേൾക്കുന്ന പലരും ഒരു പക്ഷേ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുണ്ടാവില്ല, സഭയിൽ അംഗമായിട്ടുണ്ടാവില്ല. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ, ഈ വചനം കേട്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുക. സംശയമില്ലല്ലോ, പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും നമ്മളിലുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ പരിശുദ്ധാത്മാവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയാം, എനിക്ക് വരങ്ങളില്ല എന്ന് പറയുകയും ചെയ്യുന്നതിന് അർത്ഥമില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയാം, എനിക്ക് ഫലങ്ങളില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുകയും ദാനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. കാരണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതെല്ലാമാണ് ഉള്ളത്. അല്ലാതെ പരിശുദ്ധാത്മാവ് ദാനങ്ങൾ മാത്രമുള്ള പരിശുദ്ധാത്മാവ് ഒരാളിലില്ല, വരങ്ങൾ മാത്രമുള്ള പരിശുദ്ധാത്മാവില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർക്ക് തിരിച്ചറിവില്ല. ഞാൻ ഓർക്കാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് വളരെ സൈക്കോളജിയൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല കൗൺസിലിംഗ് നടത്തുന്ന ഒരാളെ ഞാൻ പരിചയപ്പെട്ട് ഓർക്കുന്നുണ്ട്. അദ്ദേഹം അതിനുശേഷം കുറേ നാളുകൾ അദ്ദേഹം വളരെ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ ഫേമസ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം കുറേ നാളുകളിൽ അദ്ദേഹത്തിൻ്റെ മെത്തഡോളജികൾ ഉപയോഗിച്ച് ഒരുപാട് പേരെ നന്മയിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം അദ്ദേഹം ഒരു വരദാന വളർച്ച ധ്യാനത്തിൽ സംബന്ധിച്ചു. അങ്ങനെ വരദാന വളർച്ച ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. എന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുണ്ട്, പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി.
എന്നിട്ട് അദ്ദേഹം പിന്നെ സ്പിരിച്വൽ ഷെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹത്തിന് പഠിച്ചിരിക്കുന്ന സൈക്കോളജിക്കൽ അങ്ങനത്തെ മെത്തഡോളജി അത് ഉപയോഗിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിനെ ഫുള്ള് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കാണ്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഉപയോഗിച്ച് ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോൾ ഉണ്ടായ വ്യത്യാസം ഇതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞിങ്ങനെയാണ്, ഒരു ജീപ്പിൽ കയറിയിരുന്ന് അത് സ്റ്റാർട്ടാക്കി ഓടിച്ചുകൊണ്ട് പോകുന്നതും ഒരു ജീപ്പിൽ പുറകിൽ നിന്നുകൊണ്ട് അതിനെ തള്ളിക്കൊണ്ട് പോകുന്നതും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടോ അത്രയും വ്യത്യാസം പരിശുദ്ധാത്മ സഹായത്താൽ ചെയ്യുന്ന ശുശ്രൂഷകളും പരിശുദ്ധാത്മ സഹായമില്ലാതെ തന്നിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷകൾ തമ്മിലുണ്ട്. നല്ലൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ നമ്മൾ ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ വലിയ ഉയർച്ചയുണ്ടാകും. എന്നാൽ അനേകർ തന്നിൽ തന്നെയാണ് ആശ്രയിക്കുന്നത്. തന്നിൽ പരിശുദ്ധാത്മാവിനെ പറഞ്ഞ് തിരിച്ചറിയുന്നില്ല. ഈ വ്യക്തി എന്ന് പറയും, എനിക്കിങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ആ ഒരു ശുശ്രൂഷ സംബന്ധിച്ചപ്പോഴാണ് അതിനെക്കുറിച്ച് തിരിച്ചറിവ് കിട്ടുന്നത്. എന്ന് പറയുന്ന പോലെയാണ് അനേകരിൽ പരിശുദ്ധാത്മാവ് ഡോർമെൻ്റ് സ്റ്റേജിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ഡോർമെൻ്റ് ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ശക്തമാകുന്നില്ലെങ്കിൽ അതിന് മറ്റൊരു കാരണം, രണ്ടാമത്തെ ഒരു കാരണം ഇതാകാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ സംശയിക്കാൻ തുടങ്ങിയാൽ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെ ശക്തമാകാൻ അത്ര എളുപ്പമല്ല. വിശുദ്ധ ലൂക്കായുടെ വിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 20-ാം തിരുവചനം, യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിത്തീരും എന്ന് പറഞ്ഞാൽ, സക്കറിയ പുരോഹിതൻ്റെ അടുത്ത് വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരറിയിപ്പ് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു ദൂത് കൊടുക്കുകയാണ്. ദൂതന് അറിയിപ്പ് കൊടുത്തു. എന്നാൽ ആ ഒരു സന്ദേശത്തെ അവഗണിച്ചു, ആ സന്ദേശത്തെ സംശയിച്ചു. എന്താ സംഭവിച്ചത്? ഒരുപാട് കാര്യങ്ങൾ ബ്ലോക്കായിപ്പോയി. വീണ്ടും ലൂക്കായുടെ വിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിന് 63-64 തിരുവചനങ്ങൾ, അവനൊരു എഴുത്ത് പലക വരുത്തി അതിൽ എഴുതി യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ സംശയിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ബ്ലോക്കാകുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കണ്ണടച്ച് വിശ്വസിക്കണം. ആത്മാവിൻ്റെ സ്വരത്തെ സംശയിക്കരുത്. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരു 10-14 വർഷം മുമ്പായിരിക്കും അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ ആദ്യമായിട്ട് ഒരു വൈദികരുടെ ധ്യാനം തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട സേവർക്കാൻ പട്ടാലച്ചൻ അതിന് നേതൃത്വം കൊടുക്കുന്നു. അപ്പോൾ ഞാനന്ന് പിന്നെ സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ധ്യാനത്തിന് ഞാൻ വട്ടാലച്ചനോടെ വൈദിക ധ്യാനം സഹായിക്കുകയാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 160ഓളം അച്ഛന്മാർ ആദ്യത്തെ ധ്യാനത്തിനുണ്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. പെട്ടെന്ന് ഓർമ്മയെന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ധ്യാനത്തിൽ ഒരു 2-ാം ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാച്ചനോട് പറഞ്ഞു, വൈദികർക്ക് ഒരു സ്പിരിച്വൽ ഷെയറിങ്, വൈദികരെ കണ്ട് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും മെസ്സേജ് സന്ദേശങ്ങളൊക്കെ വൈദികരോട് പറയുക, അങ്ങനത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ നിയോഗിച്ചു. എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് ആകെ അന്നത്തെ കാലമാണ് ഒരങ്കലാപ്പും ഒരു പടാപ്പാടും ഒക്കെ ആയി. എന്നാലും അച്ഛനെ സ്നേഹോറ അനുസരിച്ച് ഞാനിങ്ങനെ പോയിരിക്കുകയാണ്. അങ്ങനെ പോയിരിക്കുമ്പോൾ ഒരച്ഛൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അച്ഛനോട് ജസ്റ്റ് പേരൊക്കെ ചോദിച്ചു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഉള്ളിലിരുന്ന് ഒരു സ്വരം, പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ അച്ഛനോട് പറയുക അച്ഛൻ്റെ രക്തസ്രാവം നിലച്ചു എന്ന് പറയുക. എൻ്റെ സഹോദരൻ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരച്ഛനോട് രക്തസ്രാവം നിലച്ചെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അല്ലേ? ഞാനാകെ അങ്കലാപ്പിലായി. ഇതെങ്ങനെ അച്ഛൻ്റെ രക്തസ്രാവം എന്ത് ബന്ധം? എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് സംസാരിക്കണേ, ഒരടയാളം തരണം. ഒരു അച്ഛനോട് ഇതെങ്ങനെ പറയും? മഹാ നാണക്കേടാവും. ദൈവമേ, പരിശുദ്ധാത്മാവ് സംസാരിക്കണം, സഹായിക്കണേ. അവൾ പെട്ടെന്ന് ഞാൻ ഉള്ളിൽ വേറെ സ്വരം, എൻ്റെ ആദ്യകാല അനുഭവമാണ്, വേറെ സ്വരം കേൾക്കുകയാണ്, നീ ബൈബിള് തുറക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബൈബിള് തുറന്നു. അപ്പോൾ അച്ഛൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്നറിയാമോ? ആ രക്തസ്രാവക്കാരി സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തുന്ന ആ തിരുവചന ഭാഗമാണ് കിട്ടിയത്. ദൈവമേ, ഞാൻ ബൈബിൾ അടച്ചു വെച്ചു. ഞാനതിൽ പ്രേസറോട് പറഞ്ഞിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, കർത്താവ് ഒരു സന്ദേശം തരുന്നുണ്ട്, അച്ഛൻ്റെ രക്തസ്രാവം നിലച്ചെന്ന് ഈശോ പറയുന്നു. എന്തിനെ പറയുന്ന സഹോദരങ്ങളെ, ആ കൗൺസിൽ സ്പിരിച്വൽ ഷെയറിംഗ് നടത്തിക്കുന്ന കൂടാരത്തിരുന്ന് അച്ഛൻ പെട്ടെന്ന് വാവിട്ട് അങ്ങോട്ട് കരഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് ഓടി വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ശാന്തമായി അച്ഛനങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് അച്ഛനൊരു 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയുകയാണ്,
എൻ്റെ അച്ഛ ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം നിയോഗം വെച്ചുകൊണ്ടാണ് ഞാൻ ധ്യാനം കൂടാൻ വേണ്ടി വന്നത്. ചോദിച്ചപ്പോൾ ഈ അച്ഛൻ പറയുകയാണ്, ഈ അച്ഛൻ്റെ കുടുംബത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അച്ഛൻ്റെ ചേട്ടനും അച്ഛൻ്റെ പെങ്ങളും ഉദരത്തിൽ എന്തോ ക്യാൻസർ പോലത്തെ രോഗം വന്നിട്ട് 2 പേരും ബ്ലീഡിംഗ് ആയിട്ട് മരിച്ചു. ഈ അച്ഛന് 1 മാസമായിട്ട് ഇതേപോലെ ബ്ലീഡിങ്, രക്തസ്രാവം ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അച്ഛന് ഈ കുടുംബത്തിൽ ചേട്ടനും പെങ്ങളും ഇങ്ങനെ മരിച്ചതുകൊണ്ട് അച്ഛൻ ഉറപ്പായി ഇതെന്താ ഒരു പാരമ്പര്യ രോഗമാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെ തന്നെ തീരാനാണ് സാധ്യത. അച്ഛന് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര പേടി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടെങ്കിൽ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കോൺഗ്രസ്പ്പെട്ട അച്ഛനാണ്. അപ്പോൾ ആ അച്ഛൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരു നോട്ടീസ് തന്നിട്ട് പറഞ്ഞു, അട്ടപ്പാടിയിൽ ഇങ്ങനെ അപ്പോൾ ഈ കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടില്ല, അട്ടപ്പാടി ഇങ്ങനെ വൈദികരുടെ ധ്യാനം ഇങ്ങനെ ആരംഭിക്കുന്നുണ്ട്, ഞാൻ ഏതായാലും പോകുന്നുണ്ടെന്ന് കമ്മ്യൂണിറ്റി ഒരു അച്ഛൻ പറഞ്ഞു. ഉടനെ ഈ അച്ഛൻ ചാടി പറഞ്ഞു, ഞാനും എൻ്റെ പേരും കൂടെ കൊടുത്തേക്കാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, അച്ഛനൊരു തീരുമാനം എടുത്തു. ഏതായാലും അട്ടപ്പാടി സെക്യൂരിറ്റി പേര് വൈദികരുടെ ധ്യാനം കൂടിയിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നുള്ളൂ എന്നൊരു തീരുമാനം എടുത്ത് അങ്ങനെ വന്ന് വൈദികരുടെ ധ്യാനത്തിന് വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. എൻ്റെ കൃപയെക്കുറിച്ച് ഒന്നും പറയാൻ വേണ്ടി എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അച്ഛന് അന്ന് ആ ഒരു മെസ്സേജ് കിട്ടി. പിന്നെ അച്ഛന് ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അച്ഛൻ ആ ധ്യാനത്തെ 5 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ഈ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഒരു 1-2 പ്രാവശ്യം വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ ധ്യാനം കൂടാൻ വേണ്ടി വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ മാനുഷിക രീതിയിൽ അല്ലേ ഒരു പുരുഷനോട് ഇത് പറയാൻ അത്ര എളുപ്പമുള്ള ഒരു സന്ദേശമല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ അത് സംശയിച്ചായിരുന്നെങ്കിൽ വലിയൊരു അത്ഭുതം, വലിയൊരു സാക്ഷ്യം, വലിയൊരു വിടുതൽ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. സക്രിയയ്ക്ക് പറ്റിയൊരു അവസ്ഥ എനിക്ക് വന്നേനെ. പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ സംശയിക്കാതിരിക്കുക, കണ്ണടച്ച് വിശ്വസിക്കുക. ലോജിക്ക് വെച്ച്, ബുദ്ധി വെച്ച്, യുക്തി വെച്ച് ചിന്തിക്കാൻ നിൽക്കരുത്. അതിനപ്പുറത്താണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് ലോജിക്കായിരിക്കുന്നത്? അവർക്ക് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഓരോരുത്തരുടെ ആത്മാവിന്റെ പ്രേരണകൾ നന്നായിട്ട് ശ്രവിക്കണം. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, അനേകരിൽ പരിശുദ്ധാത്മാ പ്രവർത്തനം ജ്വലിക്കാത്തതിൻ്റെ ഒരു കാരണം ആ കൃപാവരങ്ങളെ, പരിശുദ്ധാത്മാ അഭിഷേകത്തെ അല്ലെങ്കിൽ ഫലങ്ങളുടെ ദാനങ്ങൾ ജ്വലിപ്പിക്കാത്തത് കൊണ്ടാണ്. 2 തിമോത്തി 1:6 വചനമുണ്ട്, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. റിക്കൻഡ് അനോയിന്റിങ്. ഇപ്പം നമ്മൾ നല്ല പ്രേസാവർഷിപ്പം നടത്തി പ്രാർത്ഥിക്കുന്നു, ആത്മാവിൻ്റെ അഭിഷേകം ഉജ്ജ്വലിക്കുകയാണ് അല്ലേ? വചനം വായിച്ച് പഠിച്ച് സ്തുതിക്കുന്നു, ആത്മാവിൻ്റെ അഭിഷേകം ഉജ്ജ്വലിക്കുകയാണ്. കൂട്ടായ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവിൻ്റെ അഭിഷേകം ഉജ്ജ്വലിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ദാഹിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഈ ആത്മാവിനെ ഉജ്ജ്വലിച്ച് വലിയ കൃപയിലേക്ക് നമ്മൾ ഉണരും. പ്രൈസ് ദി ലോർഡ്. ചുരുക്കത്തിൽ വളരെ സിമ്പിളാണ്. 1 ആഗ്രഹിക്കുക, 2 ഉറപ്പായിട്ടും കിട്ടുമെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. അത് ആദ്യത്തെ സെക്ഷൻ. 2-ാമത്തെ സെക്ഷൻ എന്താ എൻ്റെ സഹോദരങ്ങളെ? അത് നമ്മൾ ഈ ആത്മാവിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തിരിച്ചറിയണം. 2 ഒരിക്കലും സംശയിക്കരുത്. 3 നന്നായിട്ട് ഉജ്ജ്വലിപ്പിക്കണം. ഈ പെന്തക്കോസ്ത ഇത് കീപ്പ് ചെയ്യാനുള്ള ഒരു പ്രത്യേക അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി നിങ്ങൾക്ക് മാറട്ടെ. ആമേൻ. ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നല്ല ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയത്തുറവയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേകം ഉള്ളിടത്ത് പിന്നെ പ്രത്യേകിച്ച് രോഗശാന്തി പ്രാർത്ഥനയുടെ ആവശ്യമില്ല. രോഗശാന്തികൾ തന്നെ സംഭവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേകം വെളിപ്പെടുമ്പോൾ പിശാചുകൾ തന്നെ വിട്ടുപോകും. ഒരു പ്രത്യേക ഡെലിവറൻസ് പ്രാർത്ഥനയുടെ ആവശ്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം നമ്മുടെ കുടുംബത്തിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആത്മാവിൻ്റെ അഭിഷേകം വരുന്നിടത്തെല്ലാം ഛിന്നഭിന്നമാകും. അന്ധകാര ബന്ധനങ്ങൾ, തടസ്സങ്ങൾ വിട്ടുപോകാം. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് പെന്തക്കോസ്ത തിരുനാൾ ദിവസം, ഇന്നത്തെ ഈ പ്രാർത്ഥന ദിവസം കർത്താവ് പുതിയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ചൊരിയും. അനേക കുടുംബങ്ങൾ അന്ധകാര ബന്ധനങ്ങൾ വിട്ടുപോകും. അനേക കുടുംബങ്ങളുടെ കെട്ടുകൾ അഴിയും. അനേക കുടുംബങ്ങൾ വലിയ വിശുദ്ധിയുടെ അഭിഷേകം കർത്താവ് നൽകും. കാര്യങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ മുഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വലിയ പുണ്യത, വലിയ കൃപ സമൂഹത്തിൽ വ്യാപരിക്കട്ടെ. പൈശാചിക ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, രോഗപീഠകൾ ആദ്യം യേശുനാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും.
അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടുമ്പോ അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടുമ്പോ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം